മധുരമുണ്ട്. ഞാനിന്നൊരു പായല് പരിചയപ്പെടുത്തി തരാമേ. ഇതാണ് പായല്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആഫ്രിക്കൻ പായല് കേട്ടോ. ഇതിപ്പം കൊണ്ടിട്ടിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ കുളത്തിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടിട്ടതാണ്. ഇപ്പൊ കുറേ ദിവസമായി, അതുകൊണ്ട് ഒരു വാട്ടിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ വേരാണ് ഈ കറുത്ത് കാണുന്നത് കേട്ടോ. ഇതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എല്ലാം കൊണ്ട് നമ്മുടെ കുളത്തിനകത്ത് ഇടാം. മുമ്പത്തെ വെള്ളത്തിന്റെ കളറിനെക്കാട്ടിലും ഇപ്പൊ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ, വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ആ ലോങ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പായൽ അങ്ങനെയല്ലായിരുന്നു ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പലയിടത്ത് അതായത് പല സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എറിഞ്ഞിടാൻ നോക്കി, പക്ഷെ ഞാൻ വീഴേണ്ടതായിരുന്നു, പക്ഷെ വീണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പായലൊക്കെ ഇട്ട് കൊടുത്തു. ഒരാഴ്ച കൊണ്ട് തന്നെ എത്ര വ്യത്യാസമാണ് കുളത്തിന് സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? ആ ചുറ്റും പോച്ച പിടിച്ച്, എത്ര പെട്ടെന്നാണ് പോച്ച കയറി പിടിച്ചത്. അപ്പൊ എനിക്ക് ആ ഇറങ്ങാനുള്ളൊരു സ്റ്റെപ്പ് പോലെ ചരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പോച്ച പിടിച്ചു അല്ലേ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഒരു കൂട്ടം പട്ടികളെല്ലാം കൂടെ. ഞാൻ എപ്പോൾ കുളത്തിൻ്റെ അവിടെ ചെന്നാൽ ഒന്നെങ്കിൽ പാമ്പ് അല്ലെങ്കിൽ പട്ടികൾ എന്തെങ്കിലുമൊക്കെ ശല്യത്തിനായിട്ട് വരും. നമുക്കില്ലേ ആ കുളത്തിന്റെ സൈഡിൽ ഒരു ആഞ്ഞിലി മരം ഉണ്ട്, അവിടുന്ന് ഒരു ആഞ്ഞിലി ചക്ക കിട്ടി കേട്ടോ. നമ്മള് മീന് പാലിടാൻ വന്നതാ, പക്ഷെ നമുക്കൊരു ആഞ്ഞിലി ചക്ക കിട്ടി. ഇതാ കാണിച്ചു തരാം. ഇതിന്റെ പിച്ചിയപ്പോ അതിന്റെ ആ മുകൾ ഭാഗം അങ്ങ് പോയി. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാനുള്ള അതൊന്ന് പോട്ടല്ലേ. മധുരമുണ്ട്. ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കാം.